ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് കോട്ടൺ ഫാബ് കൊച്ചിയിൽ നടക്കുന്ന എക്സിബിഷനിലേക്കാണ്. വളരെ കാത്തിരുന്നാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറേ സെറാമിക്സിൻ്റെ കളക്ഷൻസ് കാണാമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ ഹാൻഡിക്രാഫ്റ്റ്സ് വുഡൻ മെറ്റീരിയൽസ് കാണാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ചോദിച്ചപ്പം എനിക്ക് വലിയ വർത്തായിട്ട് തോന്നിയില്ല. എല്ലാം നല്ല ഹൈ റേറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നമ്മൾ വരുമ്പം പല പല ഹാൻഡിക്രാഫ്റ്റ് മെറ്റീരിയൽസ്, അതായത് രാജസ്ഥാൻ, പിന്നെ നമ്മുടെ കേരള, അങ്ങനെ പല സ്റ്റൈൽസിലുള്ള ഓരോ ഇതും കാണാം. പിന്നെ ഉണ്ടായിരുന്ന ജൂത്തീസാണ്. ജൂത്തീസ് എല്ലാം ഫിക്സഡ് പ്രൈസ് ആയിരുന്നു. പിന്നെ ബാംഗിൾസ് ഉണ്ടായിരുന്നു. ബാംഗിൾസ് എനിക്ക് അത്ര വർത്തായിട്ട് തോന്നിയില്ല. കാരണം 6 ചെറിയ ബാംഗിൾസിന് അവർ 100 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അത് അത്ര വർത്തല്ല. നമുക്കിവിടെ അതിലും ലാഭമായിട്ട് കിട്ടും. പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാരീസ് കളക്ഷൻ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ബാഗ് കളക്ഷൻ, സാരീസ് തന്നെ മഹേശ്വരി, പിന്നെ മൈസൂർ സിൽക്ക്, അങ്ങനെ പല പല ഇക്കട്ട് മോഡൽസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല റേഞ്ചും ഉണ്ടായിരുന്നു. 3000 4000 റേഞ്ചാണ് സാരിക്കൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ കുർത്തീസ് ഉണ്ടായിരുന്നു. പിന്നെ അജ്രക് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് കുഴപ്പമില്ല, 150 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജ്വല്ലറീസ് പലതും നല്ല റേറ്റായിരുന്നു. പിന്നെ എന്താ പറയുക, മാല, അങ്ങനെ കമ്മൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കുറേ കളിക്കുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു, വുഡൻ മെയ്ഡായിട്ടുള്ളത്. അപ്പം അതെല്ലാം കൊള്ളായിരുന്നു. പിന്നെ ഷോൾസാണ്, രാജസ്ഥാനി ഷോൾ, പിന്നെ ചുങ്കുടി ഷോൾസ് ഉണ്ടായിരുന്നു. പക്ഷേ അതും അത്ര അങ്ങോട്ട് ഇതല്ല, നല്ല റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ ബുക്സാണ് ഉണ്ടായിരുന്നത്. ബുക്സ് എല്ലാം 30% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. എല്ലാവരും കോസ്റ്റ്ലി അല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ നോക്കിയിട്ട് എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു.